നമസ്കാരം. 2025 എന്നത് കേരള രാഷ്ട്രീയത്തിൽ LDFന്റെ പതനത്തിന് തുടക്കം കുറിച്ച വർഷമായി ചരിത്രം രേഖപ്പെടുത്തും. വികസന വിരുദ്ധരും തൊഴിൽ വിരുദ്ധരുമായ ഒരു സർക്കാരിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണപ്പോൾ ജനങ്ങൾ ബദൽ മാർഗം തേടുന്ന കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും കണ്ടത്. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫും യൂത്ത് കോൺഗ്രസ് നായകനായി OJ ജനീഷും എത്തിയതോടെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മാറിയത് ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. സംഘടനയിലെ ഈ അഴിച്ചുപണി കേവലം വ്യക്തിപരമായ മാറ്റങ്ങളായിരുന്നില്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള യുദ്ധപ്രഖ്യാപനമാണ് അത്. നമ്പർ 1 കേരളം എന്ന അവകാശവാദത്തിന്റെ തിളക്കമാർന്ന പരസ്യ പലകകൾക്കിടയിൽ യാഥാർത്ഥ്യത്തിന്റെ ഇരുണ്ട മുഖം തെളിഞ്ഞുകണ്ട വർഷമാണ് 2025 കടന്നുപോകുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയങ്ങളും അഴിമതിക്കറകളും ഒന്നിനു പുറകെ ഒന്നായി പുറത്തുവന്നപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചത് ഭരണകൂട ഭീകരതയുടെയും കെടുകാര്യസ്ഥതയുടെയും നേർക്കാഴ്ചകൾക്കാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ വിറങ്ങലിച്ച വയനാടിനെ ചേർത്ത് പിടിക്കാൻ മടിച്ച ഭരണകൂടം കടലിൽ കപ്പലുകൾ കത്തിയപ്പോഴും കരയിൽ ദേശീയപാതകൾ ഇടിഞ്ഞു താഴുമ്പോഴും നിഷ്ക്രിയമായി നോക്കി നിന്നു. വികസനത്തിന്റെ പേരിൽ വിഴിഞ്ഞത്ത് അവകാശം മുഴക്കിയവർ സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ പരാജയപ്പെട്ടത് നാം കണ്ടു. ലാവ്ലിൻ മുതൽ മാസപ്പടി വരെയുള്ള അഴിമതിക്കറകൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് നീണ്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വർഗീയ കാർഡ് ഇറക്കിയും ഗവർണറുമായി പോരടിച്ചും ശ്രദ്ധ തിരിക്കാനാണ് CPM ശ്രമിച്ചത്. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിലെ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഉയർത്തെഴുന്നേൽപ്പിന്റെ വർഷം കൂടിയായിരുന്നു 2025. ആ സംഭവ വികാസങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാവാം. സ്വാഗതം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ 2025 സവിശേഷമായ സ്ഥാനമുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിക്കപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പും അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ശ്രദ്ധേയമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ മുന്നണികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഘടകങ്ങളായി മാറി. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തറ പരിശോധിക്കാനുള്ള വേദിയായി. സംസ്ഥാനത്ത് നഷ്ടപ്പെട്ട പല കോട്ടകളും UDF തിരിച്ചുപിടിച്ചു. 4 കോർപ്പറേഷനുകളും 54 മുനിസിപ്പാലിറ്റികളും 5 ജില്ലാ പഞ്ചായത്തുകളും 79 ബ്ലോക്ക് പഞ്ചായത്തുകളും 505 ഗ്രാമപഞ്ചായത്തുകളും UDF നേടി. മുസ്ലിം ലീഗിന്റെ സംഘടനാശക്തിയും കോൺഗ്രസിലെ ഐക്യവും ചില നഗരസഭകളിലും പഞ്ചായത്തുകളിലും UDFന് മുൻതൂക്കം നൽകി. ഭരണ തുടർച്ചയുടെ പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ LDFന് ശക്തമായ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തി ഞാൻ ചെയ്തു. പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ കോൾ ഞാൻ ചോർത്തി. അത് ചിലത് ഞാൻ ടെലികാസ്റ്റ് ചെയ്തു. ഇനിയും ഒരുപാട് കോളുകൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ട്. കേരള രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ കേന്ദ്രമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. PV അൻവർ ഇടതുമുന്നണിയുമായി അകന്ന് MLA സ്ഥാനം രാജിവെച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് നിലമ്പൂരിനെ കേരളത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമാക്കി. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, CMന്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാട്ടില്. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CMനോട് വെറുപ്പാണ്. മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളും നിലപാടുകളും വലിയ രാഷ്ട്രീയ ചർച്ചയായി. എന്നാൽ ചിട്ടയായ പ്രചാരണത്തിലൂടെ UDFന്റെ ആര്യടൻ ഷൗക്കത്ത് വൻ വിജയം നേടി. ഭരണത്തിലെത്തിയ ശേഷം നടന്ന ചേലക്കര ഒഴികെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നിലും LDFന് വിജയിക്കാനായില്ല. കേരളത്തിലെ വോട്ടർമാർ കൂടുതൽ ബോധവാന്മാരും വിമർശനാത്മകമായി ചിന്തിക്കുന്നവരുമായി മാറിയിരിക്കുന്നുവെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ആർക്കും കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടെന്നും നിലമ്പൂരും തദ്ദേശ തെരഞ്ഞെടുപ്പും തെളിയിച്ചു. വോട്ട് ചോരി ജനാധിപത്യ പ്രക്രിയയുടെ നട്ടെല്ല് സുതാര്യമായ വോട്ടർ പട്ടികയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ടർ പട്ടിക പുതുക്കൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരക്കിട്ടത് കേരളത്തിൽ വൻ എതിർപ്പുണ്ടാക്കി. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചെതിർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പും ISR പ്രക്രിയയും BLOമാരിൽ വൻ സമ്മർദ്ദമുണ്ടാക്കി. എന്നാൽ എല്ലാ എതിർപ്പുകളെയും അവഗണിക്കുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. യഥാർത്ഥ വോട്ടർമാരെ കള്ള വോട്ടർമാരെ ഒന്നും ഉൾപ്പെടുത്തുന്നത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. വോട്ടർ പട്ടിക ക്ലീൻ എന്ന പേരിൽ കള്ള വോട്ടർമാരെ മാറ്റുന്നതിൽ ഇരട്ട വോട്ടുകളെ മാറ്റുന്നതിലും ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. പക്ഷേ അർഹതപ്പെട്ട വോട്ടർമാരെ ഒരു കാരണവുമില്ലാതെ ടാർഗറ്റഡായി മാറ്റാൻ തീരുമാനിച്ചാൽ മറ്റു സ്റ്റേറ്റുകളിൽ ആ പരാതി വ്യാപകമായിരുന്നു. അത് കേരളത്തിലും ആവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ നമുക്കത് മനസ്സിലാകും. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം വയനാട്ടുകാരോട് ഞാൻ പറഞ്ഞ കാര്യമില്ല, കോഴിക്കോട് കോർപ്പറേഷനിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടിയതിന്റെ കാരണക്കാരാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. BJPയുടെ വോട്ട് എത്ര കൂടി, സീറ്റ് എത്ര കൂടിയുള്ള കണക്ക് പബ്ലിക് ഡൊമൈനിലുണ്ട്. തിരുവനന്തപുരത്തും ഇത് തന്നെയാണ് സ്ഥിതി. വാർഡ് വിഭജനത്തിൽ അവർക്ക് വേണ്ടി വാർഡ് വിഭജനം നടത്തി കൊടുത്തതാണ് BJPക്ക് സീറ്റ് കൂടാൻ കാരണമുണ്ടായത്. കേരളത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും വലിയ വിവാദം ഇരട്ട വോട്ട് അഥവാ വ്യാജ വോട്ടുകളെ സംബന്ധിച്ചുള്ളതാണ്. പരാതികൾ സുപ്രീം കോടതി വരെ എത്തി. കേരളത്തിലെ അവസ്ഥ പ്രത്യേക സ്വഭാവമുള്ളതാണെന്ന് കോടതി അംഗീകരിച്ചു. എന്നാൽ നടപടികൾ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. തിരക്കിട്ട് നടപ്പാക്കുന്ന നടപടി ഇതേ തുടർന്ന് കോടതി ഇളവ് ചെയ്തു. ഇപ്പോൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 25 ലക്ഷത്തോളം പേർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. വ്യാപകമായ പരാതി. ഇതിന്റെ നടപടികൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. വരും ദിനങ്ങളിലും കേരളം ചർച്ച ചെയ്യാനൊരുങ്ങുന്ന സജീവ വിഷയമായിരിക്കും SIR. കേരളം കണ്ട എക്കാലത്തെയും വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കാണ് കഴിഞ്ഞ വർഷം സാക്ഷ്യം വഹിച്ചത്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന CPM ഭരിക്കുമ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നീതിക്കായി തെരുവിൽ അന്തിയുറങ്ങേണ്ടി വന്നു എന്നത് ചരിത്രത്തിലെ വലിയ വൈരുദ്ധ്യമാണ്. ആശാവർക്കർമാർ മുതൽ PSC ഉദ്യോഗാർത്ഥികൾ വരെ നടത്തിയ സമരങ്ങൾ പിണറായി സർക്കാരിന്റെ മനുഷ്യത്വ വിരുദ്ധമായ മുഖം തുറന്നുകാട്ടി. മന്ത്രിയെ കാണാൻ ഞങ്ങൾ നിയമസഭയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ചെന്നപ്പോ മന്ത്രി ഭയങ്കര തിരക്കാണ്. കാരണം പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി ക്ഷീണിച്ചിരിക്കല്ലേ, അവിടെ ഭയങ്കര തിരക്ക്. നമ്മളെ കാണാൻ സമയമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പിറ്റേ ദിവസം വാ എന്ന് പറഞ്ഞു. ശരി, നമ്മൾ ആവശ്യക്കാരന്റെ ഔചിത്യമില്ലല്ലോ. നമ്മൾ പിറ്റേ ദിവസം വെളുപ്പിന് ഈ സമരപ്പന്തലിൽ നിന്ന് ഞങ്ങൾ ചാടി അദ്ദേഹത്തിന്റെ വീടൊക്കെ കണ്ടുപിടിച്ച് തൈക്കാട് ചെന്നു. അവിടെ ചെന്നപ്പോ ആരുമില്ല. അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആരെയും കാണാറില്ല, വീട്ടിൽ ഞങ്ങൾ ഒരാളെയും കാണാറില്ല. നമ്മൾ പല മന്ത്രിമാരെ നമ്മളത് ഓർത്തു. ഞാനൊക്കെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെളുപ്പിന് 4 മണിക്ക് പോയി നിവേദനങ്ങൾ കൊടുക്കാൻ പോയിട്ടുണ്ട്. കേരളത്തിന്റെ ആരോഗ്യമേഖലയുടെ നട്ടലായ ആശാവർക്കർമാർ നടത്തിയ രാപ്പകൽ സമരം സംസ്ഥാനമൊട്ടാകെ അലയടിച്ചു. തുച്ഛമായ ഓണറേറിയം കൈപ്പറ്റി 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട സ്ത്രീകളോട് സർക്കാർ കാണിച്ചത് ക്രൂരമായ അവഗണനയാണ്.
വേതന വർധനവ് ആവശ്യപ്പെട്ട് അംഗനവാടി ജീവനക്കാരും തെരുവിലിറങ്ങി. സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്നവർ സമരപന്തലിൽ രാപ്പകൽ സമരം നടത്തിയ അമ്മമാരെ കണ്ടില്ലെന്ന് നടിച്ചു. ഒടുവിൽ നാമമാത്രമായ വർധനവ് വരുത്തി കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ ശ്രമിച്ചത്. கையிலே ஆகாசம் கொண்டு வந்த ஓம் பாசம் காலமே போனாலோ வாழ்ந்திடுராசா. CPO റാങ്ക് ഹോൾഡർമാർ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിയ സമരങ്ങൾ കേരളത്തെ നൊമ്പരപ്പെടുത്തി. റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും നിയമനം ലഭിക്കാതെ കാലാവധി അവസാനിച്ചു. ലാത്തിവീശിയും ഭീഷണിപ്പെടുത്തിയും സമരത്തെ നേരിട്ട രീതി ജനാധിപത്യത്തിന് അപമാനമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പതിവ് പോലെ മുടങ്ങി. KSRTC പെൻഷൻ ലഭിക്കാതെ മുൻ ജീവനക്കാർ ആത്മഹത്യ ചെയ്തപ്പോൾ പോലും സർക്കാർ നവകേരള സദസ്സും കേരളീയവും നടത്തി കോടികൾ പൊടിപൊടിക്കുകയായിരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയായപ്പോൾ ജനം പ്രതിഷേധവുമായി രംഗത്തെത്തി. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ സാധാരണക്കാർക്ക് ആശ്വാസമാകേണ്ട പൊതുവിതരണ സമ്പ്രദായം സർക്കാർ തകർത്തെറിഞ്ഞു. ഇതിനെതിരെ കോൺഗ്രസ് നടത്തിയ സമരങ്ങളെ പരിഹസിക്കാനാണ് ഭക്ഷ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിച്ചത്. കഴിഞ്ഞ വർഷം നടന്ന ഈ സമരങ്ങളിലെല്ലാം കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. ഖജനാവ് കാലിയാണെന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന സർക്കാർ ഹെലികോപ്റ്റർ യാത്രയ്ക്കും മന്ത്രിമന്ദിരങ്ങൾ മൂടിപിടിപ്പിക്കാനും പണം കണ്ടെത്തുന്നു. തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഗന്ധമറിയാത്ത കോർപ്പറേറ്റുകളെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. സമരങ്ങളെ അടിച്ചമർത്തി നിശബ്ദമാക്കാമെന്നത് സർക്കാരിന്റെ വ്യാമോഹമാണ്. ആശാവർക്കർമാരുടെയും ഉദ്യോഗാർത്ഥികളുടെയും പെൻഷൻകാരുടെയും ശാപം ഈ സർക്കാരിനെ വേട്ടയാടുക തന്നെ ചെയ്യും. കേരള സർക്കാരിന്റെ നമ്പർ 1 പ്രഖ്യാപനമുണ്ടായതും അത് അമ്പയെ പൊളിഞ്ഞതും ഈ വർഷമാണ്. കേരളം ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഈ സർക്കാരിന്റെ മാത്രം മിടുക്കാണെന്ന അവകാശം UDF പൊളിച്ചെടുക്കി. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയങ്ങളെ മറച്ചുവെക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു നമ്പർ 1 പ്രചാരണം. കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും അനുഭവം മറിച്ചാണ്. കിറ്റെക്സ് പോലുള്ള വമ്പൻ വ്യവസായ ഗ്രൂപ്പുകൾക്ക് സർക്കാർ പീഡനം മൂലം സംസ്ഥാനം വിട്ടുപോകേണ്ടി വന്നത് കേരളത്തിന് നാണക്കേടാണ്. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർത്തു. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ കേരളം നമ്പർ 1 ആണെന്ന അവകാശവാദം വീണ്ടും പരസ്യവാചകങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നാണെന്നും യഥാർത്ഥത്തിൽ കേരളം ഒരു സാമ്പത്തിക വ്യവസായ തകർച്ചയിലാണെന്നുമാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. രാജഭരണകാലത്തെയും പിന്നീട് വന്ന ഐക്യ കേരള സർക്കാരുകളുടെ, പ്രത്യേകിച്ച് UDF സർക്കാരുകൾ നടപ്പിലാക്കിയ ദീർഘകാല പദ്ധതികളുടെ ചരിത്രപരമായ നേട്ടങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കുക മാത്രമാണ് LDF ചെയ്യുന്നത്. ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും പണമില്ലാതെ ട്രഷറി പൂട്ടിയിടുന്ന കടക്കണിയിലായ ഒരു സംസ്ഥാനം എങ്ങനെയാണ് നമ്പർ 1 ആകുന്നത്? പിണറായി ഭരണത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറി. PSC നിയമനങ്ങൾ മരവിപ്പിക്കുകയും പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ജീവിക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും വിദേശത്തേക്ക് കുടിയേറുന്നത്. നാടിന്റെ സമ്പത്താവേണ്ട യുവതലമുറയെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയാത്ത
അവർക്ക് തൊഴിൽ നൽകാൻ കഴിയാത്ത ഒരു സംസ്ഥാനം യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട ഒരു മാതൃകയാണ്. വ്യവസായങ്ങളെയും നിക്ഷേപകരെയും ശത്രുക്കളായി കാണുന്ന അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ പിണറായി ഭരണത്തിൽ കേരളം യഥാർത്ഥത്തിൽ പിന്നോട്ടു പോവുകയായിരുന്നു. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ സുവർണാധ്യായമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യം കപ്പൽ തീരമണയുമ്പോൾ അത് ഓരോ മലയാളിക്കും അഭിമാനമാണ്. എന്നാൽ ഈ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ മത്സരിച്ച പിണറായി സർക്കാരിന്റെ നടപടി ചരിത്രത്തെ വികലമാക്കാനുള്ള ശ്രമമാണെന്ന് പറയാതെ വയ്യ. വിഴിഞ്ഞം പദ്ധതി എന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും സ്മാരകമാണ്. കാൽ നൂറ്റാണ്ടിലധികം ഫയലുകളിൽ ഉറങ്ങിക്കിടന്ന വിഴിഞ്ഞം പദ്ധതിക്ക് ജീവൻ നൽകിയത് 2011-16 കാലയളവിലുണ്ടായിരുന്ന UDF സർക്കാരാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അസാധാരണമായി ധൈര്യം കാണിച്ചതുകൊണ്ട് മാത്രമാണ് 2015 ഓഗസ്റ്റ് 17-ന് അദാനി ഗ്രൂപ്പുമായി കരാർ ഒപ്പിടാൻ സാധിച്ചത്. കല്ലിടാൻ മാത്രമേ ഉമ്മൻചാണ്ടിക്ക് സാധിക്കൂ എന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് ഇന്ന് വിഴിഞ്ഞത്ത് കാണുന്ന ക്രെയിനുകളും കപ്പലുകളും. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന CPM-ഉം ഇടതുപക്ഷവും അന്ന് സ്വീകരിച്ച നിലപാട് കേരളം മറന്നിട്ടില്ല. കരാർ ഒപ്പിട്ടപ്പോൾ ഇത് 6000 കോടിയുടെ അഴിമതിയാണെന്നും വൻകിട റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് എന്നുമാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചത്. അദാനിയെ കടൽ കൊള്ളക്കാരൻ എന്ന് വിശേഷിപ്പിച്ചവരാണ് ഇന്ന് അദ്ദേഹത്തിന് ചുവപ്പ് പരവതാനി വിരിക്കുന്നത്. പദ്ധതി തകർക്കാൻ ജുഡീഷ്യൽ അന്വേഷണം വരെ പ്രഖ്യാപിച്ചവർക്ക് ഒടുവിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ലെന്ന് സമ്മതിക്കേണ്ടി വന്നു. അന്ന് പദ്ധതിയെ എതിർത്തവർ ഇന്ന് അത് ആഘോഷിക്കുന്നത് രാഷ്ട്രീയ കാപട്യമാണ്. കടൽ കൊള്ളയുമാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർത്തുപോയവരുടെ ഉപജീവനം ഇല്ലാതായി പോവും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത CPM ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തും. എട്ടുകാലി മമ്മൂഞ്ഞിന് ഇത്രയുള്ളൂ സംഭവം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കോൺഗ്രസാണ്. കാരണം ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്. ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി എടുത്ത റിസ്കിന്റെ വിജയമാണിത്. ചരിത്രം തിരുത്തിക്കുറിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി പരസ്യം നൽകിയാലും വിഴിഞ്ഞം തീരത്ത് എത്തുന്ന ഓരോ കപ്പലിലും ഉമ്മൻചാണ്ടിയുടെ പേര് അദൃശ്യമായി എഴുതപ്പെട്ടിട്ടുണ്ടാകും. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. 100 കണക്കിന് മനുഷ്യജീവനുകൾ മണ്ണിനടിയിലായപ്പോൾ രാഷ്ട്രീയം മറന്ന് കേരളം ഒന്നാകെ കൈകോർത്തു. എന്നാൽ ദുരന്തം നടന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും അതിജീവിക്കാൻ ശ്രമിക്കുന്ന വയനാട്ടിലെ ജനങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ വഞ്ചിക്കുകയാണ്. ദുരന്തമുണ്ടായ ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനങ്ങൾ കേട്ട് പ്രതീക്ഷയർപ്പിച്ചവരാണ് വയനാട്ടുകാർ. ലോകത്തിന് മാതൃകയാകുന്ന ടൗൺഷിപ്പ്,
വേഗത്തിലുള്ള പുനരധിവാസം എന്നിവയൊക്കെ വെറും ജലരേഖകളായി മാറി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ദുരന്തബാധിതർ ഇന്നും വാടക വീടുകളിലും സർക്കാർ വക ഷെൽട്ടറുകളിലും കഴിയേണ്ടി വരുന്നു. വാഗ്ദാനം ചെയ്ത ധനസഹായം പലർക്കും കൃത്യമായി ലഭിക്കുന്നില്ല. കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമായ ഭൂമി കണ്ടെത്തുന്നതിലും വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിലും സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. വയനാടിനായി പിരിച്ച കോടികൾ എവിടെയെന്ന് സർക്കാർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അയഥാർത്ഥമായ കണക്കുകൾ കേന്ദ്രത്തിന് നൽകി കേരളത്തെ നാണം കെടുത്തുകയും ചെയ്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ടൗൺഷിപ്പ് നിർമ്മാണം ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിലെ മനുഷ്യർക്ക് വേണ്ടത് സഹതാപമല്ല, നീതിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വഞ്ചനയ്ക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഈ വിഷയവും 2026 ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. കേരളത്തിന്റെ വികസന രേഖ എന്ന് ഇടതുപക്ഷം കൊട്ടിഘോഷിച്ച ദേശീയപാത 66 നിർമ്മാണം ഇന്ന് ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പലയിടങ്ങളിലായി റോഡ് ഇടിഞ്ഞു താഴുന്ന വാർത്തകളാണ് നിത്യവും പുറത്തുവരുന്നത്. വികസനത്തിന്റെ പേരിൽ നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമതിയുമാണ് ഈ തകർച്ചയ്ക്ക് കാരണം. വയലുകളും തണ്ണീർത്തടങ്ങളും യാതൊരു പഠനവുമില്ലാതെ നികത്തിയാണ് പലയിടത്തും റോഡ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് നീർച്ചാലിലും മലപ്പുറം മുണ്ടക്കൈയിലും കണ്ടത് ഇതിന്റെ ദുരന്ത ഫലങ്ങളാണ്. മണ്ണിന്റെ ഘടനയോ നീരൊഴുക്കോ പരിഗണിക്കാതെ കരാറുകാരുടെ ലാഭത്തിന് മാത്രം മുൻഗണന നൽകി നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രാദേശികമായി ഉയർന്ന പ്രതിഷേധങ്ങളെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയായിരുന്നു. വികസന വിരോധികൾ എന്ന മുദ്രകുത്തി ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കാണുന്ന വിള്ളലുകൾ. സംസ്ഥാന സർക്കാരിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടക്കുന്നതെന്ന് ക്രെഡിറ്റ് അവകാശപ്പെട്ടിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് റോഡ് ഇടിഞ്ഞു തുടങ്ങിയപ്പോൾ പഴി മുഴുവൻ കേന്ദ്ര ഏജൻസിയുടെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ലെന്ന വാദം പരിഹാസ്യമാണ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിന്റെ സമാധാനപരമായ തീരപ്രദേശം ഇന്ന് അന്താരാഷ്ട്ര കപ്പലുകളുടെ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൈബീരിയൻ ചരക്ക് കപ്പലായ MSC എൽസ 3 ആലപ്പുഴ തീരത്ത് മുങ്ങിയതും ദിവസങ്ങൾക്കകം കോഴിക്കോട് തീരത്ത് സിംഗപ്പൂർ കപ്പലായ വാൻഹായ് 503 അഗ്നിക്ക് ഇരയായതും കേവലം യാദൃച്ഛികമായ അപകടങ്ങളായി കാണാൻ സാധിക്കില്ല. ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ ഉണ്ടായിട്ടും അത് കൈകാര്യം ചെയ്ത പിണറായി സർക്കാരിന്റെ അനാസ്ഥയും പ്രതിഷേധാർഹമാണ്, കുറ്റകരമാണ്. വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പോയ ലൈബീരിയൻ കപ്പൽ തകർന്ന് അതിലെ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ട് മാസങ്ങളായി. കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള മാരക രാസവസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകൾ നമ്മുടെ തീരത്തേക്ക് ഒഴുകിയെടുത്തു. എന്നിട്ടും ഇതിനെ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാൻ സർക്കാർ കാട്ടിയ കാലതാമസം ആരുടെ താൽപ്പര്യം സംരക്ഷിക്കാനായിരുന്നു? മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാത്ത സാഹചര്യമുണ്ടായിട്ടും അവർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകാൻ പോലും സർക്കാർ തയ്യാറായില്ല. ലൈബീരിയൻ കപ്പലിന്റെ ഞെട്ടൽ മാറും മുൻപാണ് കോഴിക്കോട് ബേപ്പൂർ തീരത്ത് സിംഗപ്പൂർ കപ്പലിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടാകുന്നത്. മാരകമായ രാസവസ്തുക്കൾ കത്തിയമരുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വിഷപ്പുകയെക്കുറിച്ചോ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ദുരന്ത നിവാരണ അതോറിറ്റി പരാജയപ്പെട്ടു. കപ്പലിലെ ജീവനക്കാരെ കാണാതായിട്ടും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഏജൻസികളെ പഴിചാരി സമയം കളയുകയാണ് ചെയ്തത്.
ഭരണഘടനാ തലവനായ ഗവർണറും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും തമ്മിൽ രാജ്ഭവനിലും സർവകലാശാല വേദികളിലും നടന്ന തർക്കം കഴിഞ്ഞ വർഷത്തെ ശ്രദ്ധേയ സംഭവങ്ങളായിരുന്നു. ത്രിവർണ പതാകയേന്തിയ ഭാരതമാതാവിന് പകരം സംഘപരിവാർ അജണ്ടയായി കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക വേദികളിൽ സ്ഥാപിക്കാനുള്ള ഗവർണറുടെ നീക്കത്തെ കേരളം ഒന്നിച്ചെതിർത്തു. എന്നാൽ മുഖ്യമന്ത്രിയുടേത് ഇതിൽ ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ അടവ് മാത്രമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തെയും അതിനെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രിയുടെ തന്ത്രത്തെയും കോൺഗ്രസ് ഒരുപോലെ എതിർക്കുകയാണ്. കേരളത്തിന് വേണ്ടത് വർഗീയ ചേരിതിരിവല്ല, വികസനവും സമാധാനവുമാണ്. രാജ്ഭവനെ RSS ശാഖയാക്കി മാറ്റാനും ഔദ്യോഗിക വേദികളിൽ കാവിക്കൊടി പിടിച്ച ചിത്രം സ്ഥാപിച്ച് വർഗീയ അജണ്ട നടപ്പിലാക്കാനുമുള്ള ഗവർണറുടെ നീക്കം കേരളത്തിന്റെ മതേതര മനസ്സ് അംഗീകരിക്കില്ല. ഗവർണർ പദവിയുടെ അന്തസ്സ് കളങ്കപ്പെടുത്തുന്ന നടപടിയാണിത്. ഗവർണറുടെ ഈ നടപടിക്കെതിരെ മന്ത്രിമാർ വേദി വിട്ടിറങ്ങുന്നതും കത്തയക്കുന്നതും വെറും പ്രഹസനമാണെന്ന് അവസാനം തെളിഞ്ഞു. എല്ലാ എതിർപ്പുകളും പൂട്ടിക്കെട്ടി പിണറായിയും ഗവർണറും ഒത്തുതീർപ്പായി. ഇരുവരുടെയും പ്രതിനിധികൾ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC സ്ഥാനം പങ്കുവച്ചു. ഗവർണറുടെ പരിപ്പ് വേവില്ലെന്ന് പ്രഖ്യാപിച്ച SFI ഉൾപ്പെടെയുള്ള കുട്ടി സഖാക്കന്മാരെ മുഖ്യമന്ത്രി ഇളിഭ്യരാക്കി. കേരളത്തിലെ മലയോര ജനത ഇന്ന് ഉറങ്ങുന്നത് ഭയത്തോടുകൂടിയാണ്. മുറ്റത്തിറങ്ങാൻ പോലും ഭയക്കുന്ന അവസ്ഥയിലേക്ക് വയനാടും ഇടുക്കിയും പാലക്കാടും ഉൾപ്പെടെയുള്ള ജില്ലകൾ മാറിയിരിക്കുന്നു. കാട്ടാനയും കടുവയും കാട്ടുപോത്തും ജനവാസ മേഖലയിലിറങ്ങി മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്ന പിണറായി സർക്കാർ യഥാർത്ഥത്തിൽ പരോക്ഷമായ നരഹത്യയാണ് നടത്തുന്നത്. വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമായ വർഷമാണ് കടന്നുപോയത്. വനത്തിന് വെളിയിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയാൻ ശാസ്ത്രീയമായ യാതൊരു സംവിധാനവും ഒരുക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ല. മലയോര നിവാസികളെ കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് സർക്കാർ. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അതേസമയം നിലവിലുള്ള നിയമത്തിലെ സാധ്യതകൾ ഉപയോഗിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ ജീവന് ഭീഷണിയായ വന്യമൃഗത്തെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. എന്നാൽ ഈ അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ രക്ഷിക്കുന്നതിന് പകരം കേന്ദ്ര നിയമത്തെ പഴിചാരി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. മലയോര ജനതയെ അഭയാർത്ഥികളാക്കുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ UDF എപ്പോഴും കർഷകർക്കൊപ്പം മുൻനിരയിലുണ്ടാവും. കേരള മോഡൽ എന്ന് ലോകത്തോട് കൊട്ടിഘോഷിച്ച നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം ഇന്ന് നാഥനില്ലാത്ത അവസ്ഥയിലാണ്. അമീബിക് മസ്തിഷ്കജ്വരവും പകർച്ചപ്പനിയും ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ജീവനൊടുക്കുമ്പോൾ വെറും പത്രക്കുറിപ്പുകൾ ഇറക്കി കൈകഴുകുന്ന പിണറായി സർക്കാരിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനം കേരളത്തെ ഭയപ്പെടുത്തുന്നു. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത് എന്ന് പഠിപ്പിച്ച കേരളത്തിൽ രോഗം വന്ന ശേഷം മാത്രം കണ്ണു തുറക്കുന്ന ഒരു ആരോഗ്യ വകുപ്പാണ് ഇന്നുള്ളത്. അടുത്തിടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അമീബിക് മസ്തിഷ്കജ്വര മരണങ്ങൾ കേവലം യാദൃച്ഛികമല്ല. ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടാതെ സൂക്ഷിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും വരുത്തിയ ഗുരുതരമായ വീഴ്ച കൂടി ഇതിന് കാരണമാകുന്നുണ്ട്. അപൂർവ രോഗമാണെന്ന് പറഞ്ഞ് ഒഴിയുകയല്ല, ചികിത്സാ പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കുന്നതിലും മരുന്നുകൾ ലഭ്യമാക്കുന്നതിലും സർക്കാർ കാണിച്ച മെല്ലെപ്പോക്ക് അംഗീകരിക്കാനാവില്ല. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോഴും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ ദയനീയമാണ്. നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട അപൂർവ രോഗങ്ങൾ തിരിച്ചുവരുന്നു. പാവപ്പെട്ട രോഗികൾക്ക്
അത്യാവശ്യമുള്ള മരുന്നുകൾ പോലും ആശുപത്രികളിൽ ലഭ്യമല്ല. പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്ന സാധാരണക്കാർ കടക്കെണിയിലാകുന്നു. ഇതിനൊന്നും പരിഹാരം കാണാൻ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. പൊള്ളയായ അവകാശവാദങ്ങൾ നിർത്തിവെച്ച് ആശുപത്രികളിൽ മരുന്നും ഡോക്ടർമാരെയും ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം. ജനങ്ങളുടെ ജീവൻ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന പിണറായി സർക്കാരിന്റെ ആരോഗ്യ നയത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം കോൺഗ്രസ് തുടരുക തന്നെ ചെയ്യും. കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പ്രധാന കാരണം കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ ഏകപക്ഷീയമായ നയങ്ങൾ മാത്രമല്ല, അതിനൊത്തുതുള്ളുന്ന സംസ്ഥാനത്തെ LDF സർക്കാരിന്റെ അവസരവാദ നിലപാടുകൾ കൂടിയാണ്. PM ശ്രീ പദ്ധതിയിലും പുതിയ തൊഴിൽ നിയമങ്ങളിലും പിണറായി സർക്കാർ കാണിച്ച കാപട്യം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തി കേന്ദ്രം കൊണ്ടുവന്ന PM ശ്രീ പദ്ധതിയെ തുടക്കത്തിൽ എതിർത്ത സംസ്ഥാന സർക്കാർ ഒടുവിൽ നിരുപാധികം കീഴടങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. സ്കൂളുകളുടെ പേര് മാറ്റണമെന്നും കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് വേണമെന്നുള്ള നിബന്ധനകൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് മേനി നടിച്ചവരാണിവർ. എന്നാൽ സമഗ്ര ശിക്ഷ അഭിയാൻ പോലെയുള്ള കോടികളുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞുവെച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിന് പോലും വകയില്ലാതെ സർക്കാർ പ്രതിസന്ധിയിലായി. തുടക്കത്തിൽ തന്നെ പ്രായോഗിക സമീപനം സ്വീകരിച്ച് കേരളത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് സമയം കളഞ്ഞതിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന അർഹമായ വിഹിതമാണ് LDF നഷ്ടപ്പെടുത്തിയത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് വഴങ്ങി കരാർ ഒപ്പിട്ടപ്പോൾ എവിടെ പോയി ഇവരുടെ ആദർശ രാഷ്ട്രീയം? കേന്ദ്രത്തിന് വഴങ്ങുകയും അതേസമയം പിടിവാശിയിലൂടെ സ്കൂളുകളുടെ വികസനം മുരടിപ്പിക്കുകയും ചെയ്ത ഭരണകൂട പരാജയമാണിത്. ഇതിനേക്കാൾ വലിയ വഞ്ചനയാണ് തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിൽ നടന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന, കോർപ്പറേറ്റുകൾക്ക് ഹയർ ആൻഡ് ഫയർ അധികാരം നൽകുന്ന 4 തൊഴിൽ കോഡുകൾക്കെതിരെ തെരുവിൽ സമരം ചെയ്യുന്നവരാണ് CPM. അസംഘടിത തൊഴിലാളികൾക്കും തോട്ടം തൊഴിലാളികൾക്കും സംരക്ഷണം നൽകുമെന്ന് പറയുന്നവർ പ്രായോഗിക തലത്തിൽ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. കേന്ദ്രം കൊണ്ടുവന്ന കരിനിയമങ്ങളെ പിൻവാതിലൂടെ കേരളത്തിൽ നടപ്പാക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. കേരളത്തിന്റെ താൽപ്പര്യങ്ങൾ ബലികഴിച്ച് കേന്ദ്രത്തെ പ്രീണിപ്പിക്കുന്ന ഈ ഇരട്ടത്തപ്പ് ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും. ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വേട്ടയാടിയ അതേ കൈകൾ കൊണ്ട് ഇപ്പോൾ അയ്യപ്പനെ തൊഴാൻ നിൽക്കുന്ന CPMന്റെയും LDF സർക്കാരിന്റെയും കാപട്യം കേരളം തിരിച്ചറിയുന്നുണ്ട്. ഒരു വശത്ത് നവോത്ഥാനം എന്ന പേരിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുകയും മറുവശത്ത് ക്ഷേത്ര വരുമാനത്തിലും തിരുവാഭരണങ്ങളിലും കണ്ണുവെക്കുകയും ചെയ്യുന്ന പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. യുവതീ പ്രവേശന കാലത്ത് ഭക്തരുടെ നെഞ്ചിൽ ചവിട്ടിയവരാണ് തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ അയ്യപ്പ സംഗമം നടത്തി നാണം കെട്ടത്. ഗണപതി മിത്താണെന്ന് അവർ പ്രഖ്യാപിച്ചു. അതിനുശേഷം വിശ്വാസികളുടെ സംരക്ഷകനാണെന്ന് വരുത്തി തീർത്ത് വോട്ട് ബാങ്ക് ലക്ഷ്യമിടുന്നു. CPM നേതാക്കളും ഘടകകക്ഷി നേതാക്കളും ഇപ്പോൾ നടത്തുന്ന അയ്യപ്പ ഭക്തി പ്രകടനങ്ങൾ ശുദ്ധ തട്ടിപ്പാണ്. ശബരിമലയിലെ സ്വർണ്ണശേഖരവുമായി ബന്ധപ്പെട്ടുയരുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ CPMന്റെ മുഖം നഷ്ടപ്പെട്ടു. CPM നോമിനികളായി ദേവസ്വം ബോർഡിൽ കയറിപ്പറ്റിയ 3 നേതാക്കൾ ഇന്ന് ജയിലിലാണ്. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോലും ആ പാർട്ടി തയ്യാറായിട്ടില്ല. കട്ടിളയിലെയും ദ്വാരപാലക ശില്പത്തിലെയും സ്വർണ്ണപ്പാളികൾ കടത്തിയത് പാർട്ടി നേതാക്കൾ ഒരുമിച്ചു. CPM നേതാക്കൾ നടത്തിയ കൊള്ള വിശ്വാസഭേദമന്യേ കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. സ്ട്രോങ് റൂമുകളിൽ ഇരിക്കുന്ന സ്വർണത്തിന് പോലും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ്. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് അയ്യപ്പന്റെ മണ്ണിൽ മാപ്പില്ല. വിശ്വാസികളെയും ദൈവത്തെയും ഒരുപോലെ വഞ്ചിക്കുന്ന CPMന് തട്ടിപ്പ് ഭക്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പുനഃസംഘടന പോയ വർഷത്തെ പ്രധാന രാഷ്ട്രീയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു. KPCC പുനഃസംഘടന. അധ്യക്ഷ സ്ഥാനത്തേക്ക് പേരാവൂർ MLA സണ്ണി ജോസഫ് എത്തി.
കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം നിർണായകമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച വർഷമാണ് കടന്നുപോയത്. KPCC അധ്യക്ഷനായി മുതിർന്ന നേതാവും പേരാവൂർ MLAയുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചുമതലയേറ്റു. ആദരണീയനായ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ് അവர்கள் ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. മലയോരത്തു നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നു. എന്നെ ഞാനാക്കിയ, എന്നെ ഈ കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ അംഗീകരിച്ച, എന്നെ നിയമിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോടും കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അനുഭവ സമ്പത്തും യുവത്വവും ഒത്തുചേരുന്ന ഒരു പുതിയ നേതൃനിരയെയാണ് പാർട്ടിയെ നയിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. KPCC പുനഃസംഘടനയിലൂടെ പാർട്ടിക്ക് താഴെത്തട്ടിൽ വരെ പുതുജീവൻ നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി OJ ജനീഷ് എത്തിയതും യുവജന പ്രസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നുവന്ന ജനീഷിന്റെ പോരാട്ടവീര്യം സർക്കാരിനെതിരെയുള്ള സമരമുഖങ്ങളിൽ യുവതയുടെ ശബ്ദമായി മാറിയിട്ടുണ്ട്. സംഘടനാപരമായ മാറ്റങ്ങൾ വരാനിരിക്കുന്ന നാളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും കേന്ദ്രത്തിലെ BJP സർക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ തെളിവാണ് 2025 തീർപ്പില്ലാതെ നീളുന്ന ലാവ്ലിൻ കേസും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന മാസപ്പടി കേസും. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷിക്കുന്നത് നരേന്ദ്രമോദിയുമായുള്ള അന്തർധാര മാത്രമാണെന്ന് ഈ വർഷത്തെ സംഭവവികാസങ്ങൾ അടിവരയിടുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ സ്വർണ്ണക്കടത്തിനും ഡോളർ കടത്തിനും മുൻപ് പിണറായി വിജയനെ വേട്ടയാടിയിരുന്ന ലാവ്ലിൻ കേസ് 2025 സുപ്രീം കോടതിയിൽ അനന്തമായി നീളുകയാണ്. 30-ലധികം തവണ കേസ് മാറ്റിവെക്കപ്പെട്ടത് സാധാരണ നടപടിക്രമമായി കാണാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കേസ് ലിസ്റ്റ് ചെയ്യുകയും പിന്നീട് മാറ്റിവെക്കുകയും ചെയ്യുന്ന നാടകം ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ്. CBI എന്ന കേന്ദ്ര ഏജൻസി കോടതിയിൽ കാണിക്കുന്ന മൗനവും അലസതയും BJP-CPM ഡീലിന്റെ ഭാഗമാണ്. അത് തന്നെയാണ് ഈ കേസ് ഇഴഞ്ഞു നീങ്ങുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം 2025 എങ്ങുമെത്താതെ നിൽക്കുന്നു. കരിമണൽ കമ്പനിയിൽ നിന്ന് സേവനമൊന്നും നൽകാതെ കോടികൾ കൈപ്പറ്റിയെന്നതിന് വ്യക്തമായ രേഖകളുണ്ടായിട്ടും SFIO അന്വേഷണം പ്രഹസനമായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പണം തിരിമറിയിൽ പിണറായി വിജയന്റെ മകൻ വിവേകിനും EDയുടെ സമൻസ് കിട്ടി. എന്നാൽ അതിന്റെ സ്ഥിതി എന്താണെന്ന് പോലും വ്യക്തമല്ല. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്തുക എന്ന തന്ത്രമാണ് BJP പയറ്റുന്നത്. അതിന് പകരമായി കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് CPM വളം വെച്ചുകൊടുക്കുന്നു. ലാവ്ലിനിലൂടെ അച്ഛനും മാസപ്പടിയിലൂടെ മകളും അഴിമതിയുടെ നിഴലിൽ നിൽക്കുമ്പോഴും അവർ സുരക്ഷിതരായിരിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുവാൻ കാണിക്കുന്ന ആവേശത്തിന്റെ ഒരംശം പോലും പിണറായി വിജയനെതിരെ കാണിക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകുന്നില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ അമൂല്യ സംഭാവന നൽകിയവരിൽ ചിലർ ഈ വർഷം നമ്മെ വിട്ടുപോയി. അവരുടെ ഓർമ്മകളിലേക്ക് കൂടി പോയി വരാം.
365 ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിന് നൽകിയത് വ്യക്തമായ ദിശാബോധമാണ്. എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ നാടിനെ എങ്ങനെയെല്ലാം നാടിനെയും നാട്ടുകാരെയും തകർക്കാമെന്ന് കൺമുൻപിൽ കാട്ടിത്തന്ന വർഷമായിരുന്നു 2025. പ്രകൃതി ദുരന്തങ്ങളിൽ പോലും രാഷ്ട്രീയം കളിച്ച തൊഴിൽ നിയമങ്ങളെ കാറ്റിൽ പറത്തി കോർപ്പറേറ്റുകൾക്ക് കൂട്ടുനിന്ന, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച, അധികാരധാർഷ്ട്യം കാണിച്ച ഒരു സർക്കാരിനെ ജനം വെറുപ്പോടെ നോക്കിക്കാണും. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പും അതിനുശേഷം ഉണ്ടായ പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകളും UDF വലിയ ഒരു മേൽക്കൈയും അതുപോലെ LDF സാമാന്യം ഭയങ്കരമായ തിരിച്ചടിയുമാണ് നൽകിയത്. മാത്രമല്ല BJP സംസ്ഥാനത്ത് ശക്തിപ്പെടുത്തും എന്ന ഒരു സന്ദേശവും അതിനകത്തുണ്ടായിരുന്നു. 2025 സംബന്ധിച്ചോളം പറഞ്ഞാൽ ആ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഭരണവിരുദ്ധ വികാരം കൂടുതൽ തീവ്രമാകുന്നതാണ് നമ്മൾ കാണുന്നത്. പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ കേന്ദ്രത്തിലേക്കുള്ളതാണ്. സ്വാഭാവികമായിട്ട് ദേശീയ രാഷ്ട്രീയവുമായിട്ട് കൂടിക്കൊഴിഞ്ഞ് നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായക്കാരുടെ ഇടയിൽ മോഡിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ BJPക്കെതിരായിട്ടുള്ള ഒരു വലിയ കേന്ദ്രീകരണം ഉണ്ടായിരുന്നു. അത് വലിയ തോതിൽ ഗുണം ചെയ്തത് UDFനായിരുന്നു. നേരെ മറിച്ച് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് വരുമ്പോൾ ആ ഒരു സാഹചര്യം ഇല്ല. അവിടെ കേന്ദ്ര രാഷ്ട്രീയമല്ല, ദേശീയ രാഷ്ട്രീയമല്ല ചർച്ച വിഷയം, കേരള രാഷ്ട്രീയമാണ്, പ്രാദേശിക രാഷ്ട്രീയവുമാണ്. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ഭയങ്കരമായ ജനവികാരം ഇപ്പോഴും നിലനിൽക്കും. അതാതിടങ്ങളിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഭരിച്ച ഭരണസമിതികൾക്കെതിരായിട്ടല്ല ജനങ്ങൾ വിധി എഴുതിയിട്ടില്ല. ആ ഒരു വിധി എഴുത്തുക കൂടുതലുണ്ടാവും. പക്ഷേ ആ രീതിയിലുള്ള വികാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ സാമാന്യം തരക്കേടില്ലാത്ത ഒരു LDF ഭരണസമിതിയാണ് ഉണ്ടായത്. പക്ഷേ ജനങ്ങൾ അതിശക്തമായിട്ട് പ്രതിഷേധിച്ചു. അതുപോലെ കോഴിക്കോട് കോർപ്പറേഷൻ എത്രയോ കൊല്ലം CPMകാരെ അടക്കി ഭരിച്ച സ്ഥലമാണ്. അവിടെ അവർക്ക് കേവലം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷൻ LDFൻ്റെ കുത്തകയായിരുന്നു. അവിടെ LDF പരാജയപ്പെട്ട് BJP ജയിച്ചു. അപ്പോൾ ഇത് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. മിക്കവാറും പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളൊക്കെ ഈ രീതിയിൽ വിധി എഴുതാൻ ഉണ്ടായിട്ടില്ല. കേരള ജനത LDFനെതിരായിട്ട് വിധി എഴുതാൻ ചെയ്തത്. അതിൻ്റെ ഗുണം വലിയൊരളവിൽ UDFന് കിട്ടി, വളരെ കുറഞ്ഞ അളവിൽ BJPക്ക് കിട്ടി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു സൂചന. ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു റിസൾട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ. അവിടെ PV അൻവറുമായിട്ട് സഹകരിക്കാനായിട്ട് പോലും, അഥവാ PV അൻവർ എതിരായിട്ട് മത്സരിച്ചിട്ട് പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, കാടിളക്കി പ്രചരണം നടത്തി. LDF ആണെങ്കിൽ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു. എന്നിട്ട് പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആര്യടൻ ഷൗക്കത്ത് വിനൂത വിജയമാണ് കൈവരിച്ചത്. ഇതെല്ലാം നൽകുന്ന ഒരു സൂചന 2026 എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. ഭരണവിരുദ്ധ വികാരം അതിശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു. ഇനി കേവലം 3 മാസമേ മുമ്പിലുള്ളൂ. ആ 3 മാസത്തിനകത്ത് ചെറിയ പ്രയത്നം കൊണ്ടൊന്നും LDFന് കരകയറാൻ പറ്റുകയില്ല. UDFന് അനുകൂലമായ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ BJP ചെറിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് വലിയൊരു മുന്നേറ്റമാക്കി മാറ്റാനോ നിയമസഭയിലേക്ക് ഏതാനും സീറ്റുകൾ ജയിക്കാനോ ഇന്നത്തെ നിലയ്ക്ക് സാധ്യതയില്ല. കാരണം BJPക്ക് പോകുന്ന വോട്ടും ഭരണവിരുദ്ധ വോട്ടാണ് എന്ന് മാത്രമല്ല, ഇത് അധികം ചോർന്നു പോകുന്നത് LDFൽ തന്നെ. അതാണ് അതിനകത്ത് മറ്റൊരു പ്രത്യേകത. അപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഗ്രഹണകാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ രീതികളെക്കുറിച്ച് ഘടകകക്ഷികൾക്കിടയിൽ എതിരഭിപ്രായമുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ വലിയൊരു വിഭാഗം ആളുകൾക്ക്, നേതാക്കന്മാർക്കും വിപ്രതിപത്തിയുണ്ട്. പക്ഷെ അത് തുറന്നു പറയാൻ നിവൃത്തിയില്ല. ഈ UDFന് ഇത്ര വലിയ വിജയം സമ്മാനിച്ചത് സത്യത്തിൽ UDFൻ്റെ സംഘടനാശേഷി കൊണ്ടും നേതാക്കന്മാരുടെ നേതൃത്വ മികവ് കൊണ്ടും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ നിരാശരായ, ഹതാശരായി തീർന്ന CPMകാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വോട്ട് മാറ്റിച്ചത്. അതാണ് ഇത്ര വലിയ ഭരണവിരുദ്ധ വികാരത്തെ ഈ നാട്ടിൽ സൂചിപ്പിക്കുന്നത്. 2026 മാറ്റത്തിൻ്റെ വർഷമാണ് എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലെങ്കിൽ പോലും അത് മാറ്റത്തിൻ്റെ വർഷമായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് വലിയ സംശയത്തിനിടയില്ല. കാരണം ജനവിധി അഥവാ ജനവികാരം അത്രയും സ്പഷ്ടമാണ്, അത്രയും ശക്തമാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് ഒരു പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ആളുകൾ വീട്ടിൽ വന്ന് വോട്ട് ചെയ്ത് അവരെ BJP ബഷീർ വെക്കേണ്ട താമസവും. അപ്പോൾ ജനവിധി ഏത് ദിശയിലേക്കാണ് എന്നറിയാനായിട്ട് നമ്മൾ ഇനി പാഴൂർ പണിപ്പുരക്കിൽ പോയി പ്രശ്നം വെക്കേണ്ട ആവശ്യമില്ല. അത് വളരെ വളരെ വളരെ
വ്യക്തമാണ്. 2025 രാഷ്ട്രീയ കേരളത്തെ വിലയിരുത്തുമ്പോൾ 2024 ഒരു തുടർച്ച ആയിട്ടാണ് 2025 ഒക്കെ കാണാൻ കഴിയുന്നത്. അതായത് 2024 പ്രധാനമായിട്ട് 3 ഉപതെരഞ്ഞെടുപ്പുകളോ മറ്റോ നടന്നു എന്നാണ്. പുതുപ്പള്ളിയും അതുപോലെ തന്നെ തൃക്കാക്കരയും അതിനുശേഷം പാലക്കാടും. ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന വർഷമാണെന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ 2024 ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വലിയ വിജയത്തിന്റെ ഒരു തുടർച്ചയാണ് 2025 UDF വീണ്ടും പ്രകടിപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പുകളിലെ മികച്ച ട്രാക്ക് റെക്കോർഡ് 2025 അതേപടി ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പാലക്കാടിന് ശേഷം നിലമ്പൂര് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് 11,000 വോട്ടിന് വലിയ ഭൂരിപക്ഷത്തിൽ, ആരും പ്രതീക്ഷിക്കാത്തത്ര വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കാഴ്ചയാണ്. ആ ജയത്തിന് മറ്റൊരു ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടെയാണ്. അതായത് PV അൻവർ എന്ന് പറയുന്ന MLA, ഇടതുപക്ഷത്തിന്റെ കരുത്തനായ MLA, സ്വതന്ത്രനായിട്ട് ജയിച്ച് നിലമ്പൂരിൽ വിജയിച്ച MLA, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന PV അൻവർ സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും അതുപോലെ മലപ്പുറത്തെ ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ സംസ്ഥാന പോലീസ് മേധാവികൾക്കും ഒക്കെ എതിരെ വലിയൊരു കലാപം ഉണ്ടാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ആ കലാപം പിന്നീട് അതൊരു ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയും അദ്ദേഹം പൊതു മണ്ഡലത്തിൽ വന്ന് അതിശക്തമായിട്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാർട്ടിക്കും എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു, വിമർശനങ്ങൾ ഉന്നയിച്ചു. അതൊരു പരിധി കടന്നപ്പോൾ അദ്ദേഹം പാർട്ടിയോട് ഉള്ള അഭിപ്രായ വ്യത്യാസത്തോടോ അല്ലെങ്കിൽ ആ ഭിന്നത ശമിക്കാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കുന്ന കാഴ്ച കണ്ടു. ആ രാജിയുടെ പിന്നാലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായതും. ആ ഉപതെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് UDFന്റെ ഭാഗമാവാൻ അൻവർ ശ്രമിച്ചു. പക്ഷെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു എന്താ പറയുക കടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെയും അതുപോലെ ചില ഘടകകക്ഷികളുടെ ഒക്കെ സമ്മർദ്ദം ഉണ്ടായിട്ടും PV അൻവറിനെ UDFന്റെ ഭാഗമാക്കിക്കൊണ്ട് ഇലക്ഷന് നിൽക്കില്ല, ഇലക്ഷൻ വേണ്ട, PV അൻവറിന് വേണമെങ്കിൽ ഉപാധികളില്ലാതെ പുറത്തു നിന്ന് പിന്തുണയ്ക്കാവുന്ന നിലപാടെടുത്തു. അൻവർ സ്വീകരിച്ചില്ല. അത് അൻവർ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി. പക്ഷേ UDF സുയാവഹമായ അല്ലെങ്കിൽ ഗംഭീരമായ ഒരു വിജയം, 11,000 വോട്ടിന്റെ വിജയം ആര്യാടൻ ഷൗക്കത്തിന് നേടിക്കൊടുത്തുകൊണ്ട് ഒരു നിലപാടാണ് പ്രധാനം എന്ന് പ്രതിപക്ഷ നേതാവ് എപ്പോഴും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, നിലപാടാണ് പ്രധാനം എന്നുള്ളത് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ഫ്ലൈയിങ് കളേഴ്സിൽ നേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞാൽ 2025 ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ ഒന്നതായിരുന്നു. അതിനുശേഷം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് 2025 അന്ത്യഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ കണ്ടത് പല കാരണങ്ങളാൽ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ശക്തിപ്പെട്ട കാഴ്ച നമ്മൾ കാണുന്നത്. അതായത് നവകേരള സദസ്സ് പോലെ ഭരണത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഒരുപാട് പരിശ്രമങ്ങൾ സർക്കാർ ആവർത്തിച്ച് നടത്തിയെങ്കിലും അതൊന്നും സർക്കാർ ഉദ്ദേശിച്ചതുപോലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെന്റോ മുന്നണിയോ ഉദ്ദേശിച്ചതുപോലെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ പോലുള്ള കാര്യങ്ങളിൽ പോലും വലിയ കുടിശ്ശിക വരുന്നു. അതിനെതിരെ അന്നമ്മയെ പോലുള്ളവരൊക്കെ പരസ്യമായിട്ട് രംഗത്തിറങ്ങുന്നു. വലിയ ഒരു മാധ്യമ ശ്രദ്ധ നേടുന്ന രീതിയിൽ ആ പ്രതിഷേധങ്ങൾ ആഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഒരു ജനവികാരം ശക്തിപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് അതിനെ വെല്ലുന്ന രീതിയിലുള്ള വലിയ ആരോപണങ്ങൾ വരുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഒരു വശത്ത് സർക്കാരിനെയും ഇടതുമുന്നണിയും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള, അതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2019 മുതൽ ശബരിമലയിൽ നിന്ന് ശ്രീകോവിലിലെയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെയും ഒക്കെ സ്വർണം കടത്തിക്കൊണ്ടുപോകുന്ന പോയതായിട്ടുള്ള തെളിവുകൾ വരുന്നു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അത് പരിഗണിക്കുന്നു. അത് വലിയ വിവാദമായി വളരുന്നു. ഒടുവിൽ SIT ഹൈക്കോടതി തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കുന്നു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന CPMന്റെ മുൻ MLAയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ അറസ്റ്റിലാവുന്നു. CPMമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന N വാസു അറസ്റ്റിലാവുന്നു. ദേവസ്വം ബോർഡിലെ പ്രമുഖ സ്ഥാനങ്ങളിലിരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അറസ്റ്റിലാവുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പൊ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് വരെയുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അതിന് വേറെയും പല മാനങ്ങൾ വരുന്നു. സോണിയാഗാന്ധിയെ കണ്ടതടക്കമുള്ള അങ്ങനെ പല വിഷയങ്ങളും. പക്ഷെ ആ സ്വർണ്ണക്കൊള്ളയായിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന തെളിവുകളൊന്നും ഇനിയും കിട്ടിയിട്ടുമില്ല. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക അപവാദ കേസ് വരുന്നത്. അതും കത്തിപ്പടരുകയും അതും വലിയ ആഘോഷമായി മാറുകയും രാഹുലിനെ പാർട്ടി കയ്യോടെ തന്നെ ആദ്യഘട്ടത്തിൽ 1ാം ഘട്ടത്തിൽ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. അതുപോലെ തന്നെ പാർട്ടിയുടെ
പറഞ്ഞ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ. അപ്പൊ കടുത്ത നിലപാടെടുത്തു. പിന്നീട് ജാമ്യം കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്ന തീരുമാനമെടുത്തു. അപ്പൊ അതൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ, വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റാൻ ഇടതുമുന്നണി ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് കൃത്യമായ നടപടികൾ എടുത്തതോടുകൂടി അതിന്റെ രാഷ്ട്രീയ മാനം ഒരു പരിധിവരെ ഇല്ലാതായി. അതിന്റെ ഒരു പൊളിറ്റിക്കലായിട്ട് CPM ഇടതുമുന്നണിക്ക് അതുകൊണ്ട് വലിയ ഗെയിൻ ഉണ്ടാക്കാവുന്ന ഒരു വിവാദം ആക്കി വളർത്താൻ കഴിഞ്ഞില്ല. കാരണം കോൺഗ്രസ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി MLA സ്ഥാനം അങ്ങനെ പാർട്ടിക്ക് രാജിവെപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് സ്വമേധയാ ചെയ്യേണ്ടതാണ്. അതിനുള്ളൊരു അവകാശം പാർട്ടിക്കില്ല. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആത്മവിശ്വാസത്തോടെ കാലുവെക്കാവുന്ന ഒരു ഫലം ആയിട്ടാണ് 2026 പിറന്നു വീഴുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ളൊരു സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞു. പിണറായി വിജയന്റെ ശൈലിയെക്കുറിച്ച്, ആ ശൈലിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫാസിസ്റ്റ് ശൈലിയാണ്. കേന്ദ്രത്തില് മോദി ഏത് തരത്തിലാണോ ഭരിക്കുന്നത് അതിന്റെ ഒരു റിപ്ലിക്കായിട്ടാണ് കേരളത്തില് പിണറായി വിജയൻ ഭരിക്കുന്നത്. അദ്ദേഹം ലക്ഷണമൊത്ത ഒരു ഫാസിസ്റ്റാണ്, ഏകാധിപതിയാണ്, സ്വേച്ഛാധിപതിയാണ്. മറ്റുള്ളവർക്കാർക്കും, അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണാധികാരിക്ക്, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് ചേരാത്ത രീതിയിലുള്ള ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് വലിയ ആക്ഷേപം ഉയർന്നു. ആ ആക്ഷേപം ശരിവെക്കുന്ന രീതിയിലാണ് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പൗരത്വ വിവാദത്തിന്റെ പേരിലായാലും ശരി, ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിന്റെ പേരിലായാലും ശരി, എല്ലാ അർത്ഥത്തിലും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനുള്ള നീക്കങ്ങളാണ് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായതോടുകൂടി അദ്ദേഹം നിലപാട് മാറ്റി. മാത്രമല്ല അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഈ രക്ഷാപ്രവർത്തനം, അതായത് നവകേരള സദസ്സുകൾ സംഘടിപ്പിച്ചുള്ള യാത്രക്കിടയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ, അദ്ദേഹത്തിന്റെ ഗൺമാന്മാരും പോലീസ് അടക്കമുള്ള പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചൊക്കെ വലിയ വിവാദം ഉയർത്തിയിരുന്നു. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം രാജ്യത്തെ പ്രതിപക്ഷത്തിനില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിച്ചു എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. LDF-ന്റെ ഇരുണ്ട ഭരണത്തിന് ജനങ്ങൾ മറുപടി നൽകി എന്നതാണ് 2025 ബാക്കി പത്രം. സംഘടനാ സംവിധാനം അടിമുടി മാറിയതോടെ വരാനിരിക്കുന്ന ഏതു തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ UDF സജ്ജമായി കഴിഞ്ഞു. പിണറായി വിജയന്റെയും CPM-ന്റെയും അഴിമതി കോട്ടകൾക്ക് വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്നു. ആ വിള്ളലുകളിലൂടെ പുതിയൊരു കേരളത്തെ സ്വപ്നം കാണാൻ 2025 നമ്മളെ പഠിപ്പിച്ചു. ജനവിരുദ്ധ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കേരളം മുന്നോട്ട് ചുവടുവെച്ചു കഴിഞ്ഞു. 2025 നൽകിയ ആത്മവിശ്വാസം വരും വർഷങ്ങളിൽ ജനാധിപത്യ കേരളത്തിന്റെ വിജയഗാഥയായി മാറും. ജയ് ഹിന്ദ്.